സലാം പി ഹൈദ്രോസ്. പാലക്കാട് പാർട്ടിയുടെ എ ക്ലാസ് മണ്ഡലമാണ് പാലക്കാട് പറയുന്നത്. ഇവിടെ ഇത്രയും വലിയ ഉപതെരഞ്ഞെടുപ്പായിട്ട് ഇത്ര വലിയൊരു മത്സരം നടന്നിട്ട് പോലും 10,000 വോട്ടിൽ താഴെ പോയിരിക്കുന്നു. എന്താണ് സംഘടനാപരമായ ദൗർബല്യമാണ്? എന്താണ് കഴിഞ്ഞ 3 മാസമായിട്ട് പാർട്ടി എന്നെ ഏൽപ്പിച്ച ചുമതല മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളായിരുന്നു. അതുകൊണ്ട് പാലക്കാടും ചേലക്കരയും വയനാട്ടിലുമൊക്കെ പ്രചരണത്തിന് പോയി എന്നുള്ളതിനപ്പുറത്ത് വിശദാംശങ്ങൾ എനിക്ക് അറിയില്ല. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ സംസ്ഥാന പ്രസിഡന്റ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കുന്നത് നല്ലതായിരിക്കും. എന്നോടൊന്നും പറഞ്ഞില്ല സഞ്ജീവ് വധസ്പതി. ശരി, അതൊക്കെ പ്രസിഡന്റ് പറയും. ശരി, മഹാരാഷ്ട്രയെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാനുണ്ടോ ഞാൻ പറഞ്ഞുതരാം. അതെ അതെ അതെ. അല്ല, ആ തെരഞ്ഞെടുപ്പുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച സമയത്ത് അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി എന്നെ ഏൽപ്പിച്ചത് ഞാൻ ഓഗസ്റ്റ് മാസം പകുതി തൊട്ട് ഈ കഴിഞ്ഞ ദിവസം വരെ 20-ാം തീയതി വരെ, 20-ാം തീയതിയായിരുന്നു മഹാരാഷ്ട്രയിലെ പോളിംഗ്, 20-ാം തീയതി വരെ ഞാൻ ബോംബെ കേന്ദ്രമാക്കിയിട്ട് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പാണ് ഞാൻ ശ്രദ്ധിച്ചത്. അതുകൊണ്ട് ഇവിടെ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തത്, എന്തൊക്കെ നടപ്പിലായി, എന്തൊക്കെ നടപ്പിലായില്ല, അതൊക്കെ പാർട്ടി വിലയിരുത്തും. ഇനി ഈ ഘട്ടത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതെന്തായാലും ഇന്നലെ പറഞ്ഞതിന് അപ്പുറത്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പ്രസിഡന്റ് പറയും. അല്ല, അതിനാണല്ലോ പറഞ്ഞത്. അതാണ് പ്രസിഡന്റ് പറയുന്നത്. വേറെന്ത് പറയാനാ? പ്രധാനപ്പെട്ട നേതാവായതുകൊണ്ടാണല്ലോ പാർട്ടി എനിക്ക് മഹാരാഷ്ട്രയുടെ ചുമതല തന്നത്. അതുകൊണ്ട് മഹാരാഷ്ട്രയെക്കുറിച്ച് നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 തെരഞ്ഞെടുപ്പിലെ ജനവിധിയെ അട്ടിമറിച്ചുകൊണ്ട് കോൺഗ്രസുമായിട്ട് കൂട്ടുകൂടി ശിവസേന എങ്ങനെ ജനങ്ങളെ പിന്നിൽ നിന്ന് കുത്തി, അത് ജനങ്ങൾ പ്രതികരിച്ചു ഇത്തവണ. അതാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത.